ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയതും 3-4 ചുവന്നുള്ളിയും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ നരച്ചെടുക്കുക. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളും ഒരൽപ്പം ഉപ്പും ചേർത്ത് വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കടുകും ഉലുവയും ചേർത്ത് പൊട്ടിക്കുക. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എരിവിന് ആവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അരപ്പിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് കട്ടയെല്ലാം ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക.